Consider another example of angular momentum of moving object, that is conical pendulum. Conical pendulum എന്ന് പറഞ്ഞാൽ and mass is revolving in xy plane and that is suspended at a point in z axis. So just like a structure like this. So ഒരു x ആക്സിസിൽ ഒരു പോയിന്റിൽ അത് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അത് ഒരു റൊട്ടേഷണൽ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. സോ ആ മാസ് XY പ്ലെയിനിലാണ് ആ റൊട്ടേഷണൽ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. സി മാസ് ഈ ഒരു സർക്കുലർ പാത്തിൽ XY പ്ലെയിനിലെ സർക്കുലർ പാത്തിലാണ് അത് സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ അതിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഒരു വയർ വഴി ആ മാസിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് Z ആക്സിസിലെ ഒരു പോയിന്റിലാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നൗ we can consider 2 points, 2 origin. First consider origin as this point A. അത് റൊട്ടേറ്റ് ചെയ്യുന്ന ആ പോയിന്റിൽ അതിൻ്റെ ഒറിജിൻ റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു പ്ലെയിനിലെ സെൻറ്റർ എന്നുള്ള പോയിന്റ് എ ഒറിജിനായിട്ട് മാർക്ക് ചെയ്യാം. എ. സോ angular momentum about origin A. So let me denote as LA, vector LA. So we know the definition of angular momentum is R cross P. So to evaluate angular momentum we want to define momentum. So momentum P is the linear momentum. So this object is revolving in circular path. അങ്ങനെ കേസിൽ നമുക്ക് മൊമെൻറ്റം എങ്ങനെ ഡിഫൈൻ ചെയ്യാം? സോ ഇതിൻ്റെ ആംഗുലർ വെലോസിറ്റി തന്നിട്ടുണ്ട്. ആംഗുലർ വെലോസിറ്റി ഒമേഗ തന്നിട്ടുണ്ട്. സോ വി നോ ദ റിലേഷൻ ബിറ്റ്വീൻ ആംഗുലർ വെലോസിറ്റി ആൻഡ് ലീനിയർ വെലോസിറ്റി. വി ഇസ് ഈക്വൽ ടു ലീനിയർ വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ. സോ ഒമേഗ ക്രോസ് ആർ, ഒമേഗ ഇസ് ദ ആംഗുലർ വെലോസിറ്റി ദാറ്റ് ഈസ് ഈ ഡയറക്ഷനിലാണ് റിവോൾവ് ചെയ്യുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റിവോൾവ് ചെയ്യുന്നതെങ്കിൽ Z ഡയറക്ഷനിലാണ് ഇതിൻ്റെ ആംഗുലർ മൊമെൻറ്റം വരുന്നത്, ആംഗുലർ വെലോസിറ്റി വരുന്നത്. സോ ആംഗുലർ വെലോസിറ്റി ക്രോസ് ആർ. ആർ എന്ന് പറഞ്ഞാൽ ഈ ഒറിജിനിൽ നിന്ന് അല്ലെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന അതിൻ്റെ ഒറിജിനിൽ നിന്ന് ഈ സെൻറ്ററിൻ്റെ ഈ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ആ ഒബ്ജക്റ്റിലേക്കുള്ള പൊസിഷൻ വെക്ടറാണ് ആർ എന്ന് പറയുന്നത്. സോ ആ ഒമേഗ ക്രോസ് ആർ, ഒമേഗ ഈ ഡയറക്ഷനിലാണ്, Z ഡയറക്ഷനിലാണ്, ആർ ഈ ഡയറക്ഷനിലാണ്. ഒമേഗ ക്രോസ് ആർ ആണ് ലീനിയർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ. പിയുടെ ഡയറക്ഷൻ അല്ലെങ്കിൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഈ സെയിം ഡയറക്ഷൻ തന്നെയാണ് വരുന്നത്. സോ ഒമേഗ ക്രോസ് ആർ, ഒമേഗ ആർ സൈൻ 90, sin theta. Theta is the angle between this position vector and momentum. So as you can see, these are perpendicular. So sin 90. So it is simply omega r. So momentum P is equal to magnitude of linear momentum P is equal to mv. mv is omega r. So we got magnitude of linear momentum as m omega r. Now we can evaluate angular momentum. So LA is equal to modulus of angular momentum about the point A is equal to R cross P. So here R means the position vector from origin. So this time origin is A. So from A to the point, from A to the mass M. So this is denoted as RA. So evaluate angle, it is equal to modulus of RA. Modulus of RA is R. മോഡുലസ് ഓഫ് ആർ എന്ന് പറഞ്ഞാൽ ഇത് റിവോൾവ് ചെയ്യുന്ന സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. സോ ആർ ഈസ് ഈക്വൽ ടു RA ഈസ് ഈക്വൽ ടു R ഇറ്റ് സെൽഫ്. അപ്പോൾ അതിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ R. സോ R P, മോഡുലസ് ഓഫ് P ഈസ് m omega R. നൗ സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദം, സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ RA ആൻഡ് P. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ദി ആംഗിൾ ബിറ്റ്വീൻ R അല്ലെങ്കിൽ RA ആൻഡ് P ഈസ് 90 ഡിഗ്രി. സോ ഇറ്റ് ഈസ് sin 90 is 1. So m r square omega, that is the magnitude of angular momentum about origin A. Now what about direction? So direction is determined by the cross product R cross P. R cross P യുടെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? R cross P യുടെ ഡയറക്ഷൻ ഈ ഇമേജിൽ നിന്ന് തന്നെ കാണാം നിങ്ങൾക്ക്. R ഈ ഡയറക്ഷനിലാണ്, P ഈ ഡയറക്ഷനിലാണ്. സോ R cross P, R ഇങ്ങനെയാണ് വരുന്നത്, ഈ ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്, P ഇങ്ങോട്ടാണ് വരുന്നത്. സോ R cross P. So otherwise I'll make it here. This is R in upward direction, P is in. So right hand rule അനുസരിച്ച് തമ്പ് നിങ്ങളുടെ ഹാൻഡ് ഫസ്റ്റ് വെക്ടർ ആറിന് പാരലായിട്ട് വയ്ക്കുക. ദെൻ സ്വീപ്പ് യുവർ ഫിംഗേഴ്സ് ടുവേർഡ്സ് P, സെക്കൻഡ് വെക്ടർ. ദെൻ തമ്പ് വിൽ ഗിവ് യു ദ ഡയറക്ഷൻ. സോ ഇത് XY പ്ലെയിൻ ആണെങ്കിൽ അപ്വേർഡ് ഡയറക്ഷനാണ് തമ്പ് തരുന്നത്, റൈറ്റ് ഹാൻഡ് റൂൾ തരുന്നത്. സോ അതിനെ നമ്മളിവിടെ Z ഡയറക്ഷൻ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ Z ഡയറക്ഷൻ മീൻസ് K cap. So you can see m r square omega. M is the mass, r is the radius. അത് ഒരു കോൺസ്റ്റൻറ്റ് റേഡിയസിലാണ് ഈ XY പ്ലെയിനിലെ ഈ കോൺസ്റ്റൻറ്റ് റേഡിയസ് വെക്ടറിലാണ് ഇത് റിവോൾവ് ചെയ്യുന്നത്. സോ r ഈ കോണിക്കൽ പെൻഡുലം ഇങ്ങനെ റിവോൾവ് ചെയ്യുന്ന ആ ഒരു ഇൻസ്റ്റൻറ്റിൽ മുഴുവൻ കോൺസ്റ്റൻ്റ് ആണ്, r കോൺസ്റ്റൻ്റ് ആണ്. ദെൻ ഒമേഗ ആംഗുലർ വെലോസിറ്റി, കോൺസ്റ്റൻറ്റ് ആംഗുലർ വെലോസിറ്റിയിലാണ് അത് റിവോൾവ് ചെയ്യുന്നത്. ഒമേഗ ഈസ് ഓൾസോ കോൺസ്റ്റൻറ്റ്. സോ m r square omega is constant.
So magnitude of angular momentum LA is constant. Then again K, ഏത് പൊസിഷനിലാണെങ്കിലും അതിൻ്റെ ആർ ക്രോസ് പി എന്ന് പറയുന്നത് അതിൻ്റെ ഡയറക്ഷൻ കെ ഡയറക്ഷൻ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ ഈ ഒരു പർട്ടിക്കുലർ പൊസിഷനിലാണ് പർട്ടിക്കുലർ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മൊമെൻറ്റം ലീനിയർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ഇതിൻ്റെ ആർ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടായിരിക്കും. ഈ ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ സെൻറ്ററിൽ നിന്ന് ആ ഒബ്ജക്റ്റിലേക്കുള്ള ആ ഒരു ഡയറക്ഷനാണ് പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. ഈ പിങ്ക് കളറ് പിങ്ക് പെൻ ആറിൻ്റെ ഡയറക്ഷനും ഈ ഒരു പോയിന്റിലാണെങ്കിൽ അതിന് ടാൻജൻഷ്യലായിട്ടാണ് പി വരിക, പി ഗ്രീൻ പെന്നുമാണ്. സോ എഗെയിൻ ആർ ക്രോസ് പി എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് റൂൾ അനുസരിച്ചിട്ട് ആർ ക്രോസ് പി ഇസഡ് ഡയറക്ഷൻ. അപ്പോൾ ഏത് പോയിന്റിലാണ് ഇത് റിവോൾവ് ചെയ്യുന്നതെങ്കിലും ആർ ക്രോസ് പി ഇസഡ് ഡയറക്ഷനിലാണ്. ഇതുപോലെ ആയിരിക്കും അത് റിവോൾവ് ചെയ്യുന്നത്. ഓക്കെ, പി എപ്പോഴും ആ സർക്കുലർ പാത്തിന് ടാൻജൻഷ്യലായിട്ടായിരിക്കും. ആർ എന്ന് പറഞ്ഞാൽ റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. ആർ ക്രോസ് പി എപ്പോഴും കെ ഡയറക്ഷനിലാണ്. അപ്പോൾ ഡയറക്ഷനും കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും കോൺസ്റ്റൻ്റ് ആണ് with respect to the origin A. Now let us evaluate the angular momentum about another point B. കൊണിക്കൽ പെൻഡുലത്തിനെ ആ ഒരു സ്ട്രിങ്ങിൽ, ഈ മാസിനെ സ്ട്രിങ്ങിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ആ പോയിന്റ് ബി എന്നുള്ളൊരു പോയിന്റ് ആണെങ്കിൽ ആ ബിയിൽ നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. സോ ഇവിടെ വരുന്ന പാരാമീറ്റേഴ്സ്, ഈ ഡിസ്റ്റൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആർ എന്ന് പറഞ്ഞാൽ ആർ വെക്റ്റർ ആറ് തന്നെ. ദെൻ ഈ ഒരു ഡിസ്റ്റൻസ് ആർ ബി, പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഒറിജിനെങ്കിൽ ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഇവിടെ ആംഗുലർ മൂവ്മെൻറ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കാണുന്ന പൊസിഷൻ വെക്ടർ. ദാറ്റ് ഈസ് ആർ ബി. ആർ ബി എന്ന് പറഞ്ഞാൽ ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ആണ്, ഈ മാസ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ആണ്. സോ അതിന് എൽ ആയിട്ട്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എൽ ആയിട്ട് എടുക്കാം. ദെൻ വി ക്യാൻ ആസ് ഇൻ ദ പ്രീവിയസ് കേസ് നമുക്ക് മൊമെൻറ്റം, മാഗ്നിറ്റ്യൂഡ് ഓഫ് മൊമെൻറ്റം ഈസ് എം ഒമേഗ ആർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതേ കാര്യം തന്നെയാണ്. ഒമേഗ ഈസ് ഗിവൺ ബൈ ഒമേഗ ക്രോസ് P is equal to mv, V is equal to omega cross r, so P is equal to m omega r. Now LB, angular momentum with respect to the point B is equal to RB cross P. So modulus of RB, ഞാൻ RB എന്ന് തന്നെ എഴുതിയിരിക്കുന്നു. Then P, modulus of P is m omega r. Then sign of angle between RB and P. RBയും Pയും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? സോ ഇതാണ് ഒരു കോണിക്കൽ പെൻഡുലം എന്ന് വിചാരിക്കുക. അതിൻ്റെ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ അതിൻ്റെ മാസ് ഇവിടെയാണ് വരുന്നത്. ഈ ഒരു പോയിന്റിൽ ഇതിങ്ങനെയാണ് റിവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ അതിൻ്റെ ലീനിയർ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, പിയുടെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. സോ യു ക്യാൻ സീ ദേ ആർ പെർപെൻഡിക്കുലർ. ഏത് പോയിന്റിലായാലും ഈ അടുത്ത ഇൻസ്റ്റൻറ്റിൽ അത് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ അപ്പോഴും പി എന്ന് പറയുന്നത് ഈ ഒരു സർക്കുലർ, ഇതിൻ്റെ ബോട്ടം വരുന്ന സർക്കുലർ പോർഷൻ്റെ ടാൻജൻഷ്യലായിട്ടാണ് വരുന്നത്. ആർ ബി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയറക്ഷനിലാണ് വരുന്നത്. ദി ആർ ബി ആൻഡ് പി ആർ ഓൾവേസ് പെർപെൻഡിക്കുലർ. അത് അത് റൊട്ടേറ്റ് ചെയ്യുന്ന ഏത് ഇൻസ്റ്റൻറ്റിൽ നോക്കിയാലും ആർ ബി ആൻഡ് പി ആർ പെർപെൻഡിക്കുലർ. സോ സൈൻ 90 ഡിഗ്രി. ദെൻ മോഡുലസ് ഓഫ് ആർ ബി ഈസ് എൽ, ഇതിൻ്റെ ലെങ്ത് ആണ് വരുന്നത്, സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എം ഒമേഗ ആർ. സോ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണ്, എൽ കോൺസ്റ്റൻ്റ് ആണ്, ലെങ്ത് അതിന് ഫിക്സ് ചെയ്തിരിക്കുന്ന ലെങ്ത് കോൺസ്റ്റൻ്റ് ആണ്, എം കോൺസ്റ്റൻ്റ് ആണ്, ആംഗുലർ വെലോസിറ്റി ഒമേഗ കോൺസ്റ്റൻ്റ് ആണ്, ആർ ഈ ആറാണ് വരുന്നത്, സെൻറ്ററിൽ നിന്ന് ഇവിടേക്ക് വരുന്ന ഡിസ്റ്റൻസ് ആണ്, അതും കോൺസ്റ്റൻ്റ് ആണ്. സോ മാഗ്നിറ്റ്യൂഡ് ഇസ് കോൺസ്റ്റൻ്റ്. വാട്ട് അബൌട്ട് ദി direction? So before that you can conclude one thing. So here LA, angular momentum about A is m r square omega. Angular momentum about B, LB is equal to L m omega r. So angular momentum depends on origin, choice of origin. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, പൊസിഷൻ വെക്ടർ ആണ് വരുന്നത്. അപ്പോൾ ഏത് ഒറിജിൻ എടുക്കുന്നതിനനുസരിച്ച് അത് മാറിയിരിക്കും. ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് നമുക്ക് കാണാം. Now what about the direction? Direction of LB is not constant. This time the direction is not constant. How? For example, ഈ ഒരു പോയിന്റിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. കോണിക്കൽ പെൻഡുലം ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ഈ ഒരു പോയിന്റിലാണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ, സോ ആർ ക്രോസ് ബി, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ആർ ക്രോസ് ബി? ആർ ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഇങ്ങോട്ടാണ് പോകുന്നത്, പി ഇങ്ങോട്ടാണ് പോകുന്നത്. സോ ആർ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ആർ ഈ ഡയറക്ഷനിലാണ്, ഇവിടെ നിന്ന് പിയിലേക്ക് ചെയ്യാണ്. ആറിൻ്റെ ഡയറക്ഷനിൽ നിങ്ങളുടെ ഫിംഗേഴ്സ് പിടിക്കുകയാണ്. ദിസ് വേ. സോ പൊസിഷൻ വെക്ടറിൻ്റെ ഡയറക്ഷനിൽ നിങ്ങളുടെ ഹാൻഡ് വയ്ക്കുകയാണ്. ഫിംഗേഴ്സ് സെക്കൻഡ് വെക്ടർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷനിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ തമ്പാണ് നിങ്ങളുടെ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ, ആർ ക്രോസ് പിയുടെ ഡയറക്ഷൻ, ആർ ബി ക്രോസ് പിയുടെ ഡയറക്ഷൻ. സോ തമ്പ് പോയിൻ്റ് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. ഇത് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിരിക്കും, ആർ ബിക്കും പിക്കും പെർപെൻഡിക്കുലർ ആയിട്ടൊരു പൊസിഷൻ. ഇനി അടുത്തൊരു ഇൻസ്റ്റൻറ്റിൽ അത് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങോട്ടായിരിക്കും അതിൻ്റെ ഡയറക്ഷനും വരുന്നത്. ഈ ബ്രൗൺ പെന്നാണ് ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു പി ആൻഡ് ആർ ബി ആയിട്ട് വരുന്നത്. അടുത്ത ഇൻസ്റ്റൻറ്റിൽ ഇങ്ങോട്ടായിരിക്കും വരുന്നത്. സോ ആംഗുലർ മൊമെൻറ്റം ഡയറക്ഷൻ ഓഫ് എൽ ബി ചേഞ്ചസ് വിത്ത് ടൈം. അത് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ദാറ്റ് ചേഞ്ചസ് വിത്ത് ടൈം.
ഇതേ വെക്ടറിനെ ഞാൻ പാരലായിട്ട് ഇതിൻ്റെ ടിപ്പിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ദിസ് ഈസ് പ്രിസൈസിങ്, ദ ഡയറക്ഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം ഈസ് പ്രിസൈസിങ്. അതല്ലെങ്കിൽ നമുക്ക് രണ്ട് പെർട്ടിക്കുലർ എക്സ്ട്രീം കേസുകൾ കൺസിഡർ ചെയ്തിട്ട് അതിനെ വേണമെങ്കിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. രണ്ട് പെർട്ടിക്കുലർ കേസുകൾ മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ രണ്ട് എക്സ്ട്രീം പോയിൻറ്റുകൾ ഡയമെട്രിക്കൽ ഓപ്പോസിറ്റിലെ രണ്ട് എക്സ്ട്രീം പോയിൻറ്റിൽ വരികയാണെങ്കിൽ ഈ ഒരു ഇൻസ്റ്റൻറ്റിൽ അതിനെ ഡയറക്ഷൻ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങോട്ടായിരിക്കും അതിന് വരുന്നത്, ഡയമെട്രിക്കൽ ഓപ്പോസിറ്റ് പോയിൻറ്റിൽ ഇവിടെയായിരിക്കും വരുന്നത്. ഇനി ഈ വെക്ടറിനെ പാരലായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, അത് ഈ കാര്യത്തിന് ഇവിടെ വരയ്ക്കാൻ നോക്കുകയാണെങ്കിൽ ഇതിനെ പാരലായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുപോകാം, ഇതിനെ പാരലായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാം. ഇനി ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഈ ഒരു വെക്ടർ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ ഇതുപോലെ പ്രിസൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതാണ് ഈ ഫിഗറിൽ ഒരു കോൺ ഷേപ്പ് സ്ട്രക്ചർ ആയിരിക്കും നമുക്ക് ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് സ്വീപ്പ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്നത്. അതായത് ഈ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻ ആയിരിക്കും ആംഗുലർ മൊമെൻറ്റത്തിന് ഇവിടെ വരുന്നത്, എൽ ബിക്ക് വരുന്നത്. അടുത്ത ഇൻസ്റ്റൻറ്റിൽ അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് സ്വീപ്പ് ചെയ്യുകയാണ്. ഇനി ഈ വെക്ടറിനെ ഞാൻ ഇങ്ങോട്ട് പാരലൽ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എൽ ബിയുടെ ഡയറക്ഷൻ ഇങ്ങനെ പ്രിസൈസ് ചെയ്യുന്നതായിരിക്കും. ദാറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് ഇൻ ടൈം, ദാറ്റ് ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ് ഇൻ ടൈം, ദാറ്റ് വേരി വിത്ത് ദ പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ്, പൊസിഷൻ ഓഫ് ദിസ് മാസ്. So that is the difference between angular momentum about the point A. We found that both magnitude and direction are constant. Direction k ഡയറക്ഷനിലായിരുന്നു, z ഡയറക്ഷനിലായിരുന്നു. അബൌട്ട് ബി ഒറിജിൻ മാറുകയാണെങ്കിൽ, ഈ ഒരു പെർട്ടിക്കുലർ ഒറിജിൻ ആണ് എടുക്കുന്നുണ്ടെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്, ബട്ട് ഡയറക്ഷൻ ചേഞ്ചസ് വിത്ത് ടൈം ഓർ പൊസിഷൻ ഓഫ് മാസ്.